ജിമ്മിൽ പോകുന്ന ആളുകൾ വാട്സാപ്പിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴോ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ സമയത്ത് അയ്യോ എനിക്കും ജിമ്മിൽ പോകണമായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന നേഷൻ ഇവരെന്ത് മണ്ണാങ്കട്ട ലൈഫിൽ ചെയ്തിട്ടായി തള്ളി മറിക്കുക എന്നുള്ള ചോദ്യം ഡെഫിനറ്റ്ലി ചോദിക്കാം. ഉണ്ടാവും. മദ്യപിക്കാത്ത ആളെ കാണുമ്പോൾ എനിക്കും അതുപോലെ ആയ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാ ദിവസവും ചീറ്റ് ഇയറായി മാറിയത്. അപ്പോൾ ചീറ്റ് ഡേ മാറി ചീറ്റ് ഇയർ ആയല്ലേ. ഫുൾ ഓൺ ഫുൾ പവർ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റാക്സ് ആൻഡ് ജോബി. ജോബി ഹായ്. നമ്മുടെ ഇടയിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മളിന്ന് സബ്ജക്റ്റിനെ പറ്റി പറയുന്ന ആൾക്കാരെ പറ്റി പറയാം, എന്നിട്ട് ആ സബ്ജക്റ്റിലേക്ക് വരാം. ഫസ്റ്റ് ടൈപ്പ് ആൾക്കാർ അവരെന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അവർക്കറിയാം അവരുടെ ബോഡീനെ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അതൊക്കെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന്, സ്റ്റിൽ ദേ ആർ ഹാപ്പി. ഫോർ എക്സാമ്പിൾ, മദ്യപിക്കുന്ന ഒരാളുണ്ട് വിചാരിക്കാം. അയാൾക്കറിയാം മദ്യപാനം പ്രശ്നമാണ്, ഞാൻ മദ്യപിക്കാൻ പാടില്ല, പക്ഷെ അയാൾ ആ ഹാപ്പിയാണ് ലൈഫിൽ. ഞാൻ മദ്യപിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്, അതിൽ അയാളെ കണ്ടെയ്ൻമെൻറ്റ് കണ്ടെത്തുന്നുണ്ട് അല്ലേ. ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ കലോറി കൂടുതലാണ്, ഞാൻ തടി വയ്ക്കും എന്ന് അയാൾക്ക് അറിയാം, പക്ഷെ അയാളൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്, അയാൾ ആ ആക്ടിവിറ്റിയിൽ കണ്ടെയ്ൻമെൻറ്റ് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അയാൾ ചെയ്യുന്ന കറക്റ്റാ. അവർക്കുള്ള വീഡിയോ അല്ല ഇത്. ദിസ് വീഡിയോ ഈസ് ഫോർ ദ സെക്കൻഡ് കാറ്റഗറി. അവരെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, എല്ലാ ദിവസവും ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ജിമ്മിൽ പോകുന്ന ആളുകൾ വാട്സാപ്പിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴോ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ സമയത്ത് അയ്യോ എനിക്കും ജിമ്മിൽ പോകണമായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ആളുണ്ടാവും. ചിക്കൻ ബിരിയാണി കഴിച്ചാൽ കലോറി കൂടുതലാണ്, ഞാൻ തടി വയ്ക്കും, വണ്ണം വയ്ക്കും, അത് കഴിക്കാൻ പാടില്ല, എൻ്റെ ബോഡിക്ക് ഇത് നെഗറ്റീവാണെന്ന് ഉള്ളിലുണ്ടാവും. ഓക്കെ, പക്ഷേ ആ ടെംപ്ടേഷൻ കാരണം ചിക്കൻ ബിരിയാണി കഴിക്കും. അവർക്ക് ചെയ്യണം കാര്യങ്ങൾ, അവർക്കത് ചെയ്യണം, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മദ്യപാനം നിർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, മദ്യപിക്കാത്ത ആളെ കാണുമ്പോൾ എനിക്കും അതുപോലെ ആയ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞു വിചാരിക്കുന്നു അല്ലേ? കറക്റ്റാണോ? നമ്മൾ പറയണതന്നെ കറക്റ്റ്. ഓക്കെ, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ, അതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്താണ്, കുറച്ച് എക്സാമ്പിൾസ്, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെയാണ് മാറ്റിയത്, നിങ്ങൾക്കും എങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യാം, ഇതൊക്കെയായിരിക്കും ഈ വീഡിയോയുടെ ഒരു കണ്ടൻറ്റ്. ഐ റിക്വസ്റ്റ് എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണൂ. ഇതുപോലൊരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കണ്ടിട്ട് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു റിയലി ലൈക്ക് അവർ വീഡിയോസ്. നമ്മൾ പറഞ്ഞു ആർക്കുള്ള വീഡിയോ ആണ് ഇത് എന്നുള്ളത്. ഇനി ഇത് കാണുന്ന ആളുകൾക്കൊരു ഡൗട്ട് എന്ന് പറയാം, ഇവന്മാർ വീഡിയോയിൽ വന്ന് ഭയങ്കര തള്ളല, രണ്ടുപേരും തള്ളി മറിക്കുന്നുണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ, ഇവരെന്ത് മണ്ണാങ്കട്ട ലൈഫിൽ ചെയ്തിട്ടായി തള്ളി മറിക്കുക എന്നുള്ള ചോദ്യം ഡെഫിനറ്റ്ലി ചോദിക്കാം അല്ലേ. ആർ വി റിയലി ക്വാളിഫൈഡ് ഈ പ്രോക്രാസ്റ്റിനേഷനെ പറ്റിയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ശരിക്കും ക്വാളിഫൈഡ് ആണോ? രാകേഷ് ആൻഡ് ജോബിഷ് രണ്ടുപേരും ഇത് പറയാൻ, സംസാരിക്കാൻ, ഈ കണ്ടന്റ് സംസാരിക്കാൻ നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് കാണുന്ന ആളുകൾക്ക് തോന്നാം. അതിന് എനിക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിയിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്ക് പേഴ്സണലി അറിയാം. പക്ഷേ ഇത് കാണുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടി എൻ്റെ ഒരു ബോഡിയുടെ ട്രാൻസ്ഫോർമേഷൻ നീയും കണ്ടതാണ് അല്ലേ. ഐ വാസ് ലൈക്ക് 80 kilograms ഉണ്ടായിരുന്നു കോവിഡ് കഴിഞ്ഞ സമയത്ത്. നല്ല വയറൊക്കെ ചാടി തടിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു, വീട്ടിൽ നല്ല ഫുഡൊക്കെ അടിച്ചിട്ട്. സോ അങ്ങനെ എൻ്റെ ഒരു പ്രോക്രാസ്റ്റിനേഷൻ, നാളെ ജിമ്മിൽ പോവാം, നാളെ വർക്കൗട്ട് ചെയ്യാം, ശരീരം നന്നാക്കണം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി, നടന്നില്ല. പക്ഷേ ദ ഡേ ഐ റിയലൈസ്ഡ് ഐ വോണ്ട് ടു സ്റ്റാർട്ട്, അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് എൻ്റെ ബോഡിയിലൊരു കൺസിഡറബിൾ, ആൾക്കാർക്ക് കണ്ടാൽ തന്നെ അറിയുന്നൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി. ലൈക്ക് ഇവിടെയല്ലേ നമ്മുടെ ഫോട്ടോ വരിക, ഏകദേശം ഇതേപോലത്തെ ഒരു ലുക്കിലേക്ക് എത്താൻ പറ്റി. ദാറ്റ് ഈസ് വൈ, ബിക്കോസ് നമ്മൾക്ക് അതിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റി. ഇനി ജോബിയുടെ ഒരു എക്സാമ്പിൾ ജോബി ഒന്ന് പറഞ്ഞോ. ജോബി എങ്ങനെയാണ്, ജോബി ആർ യു റിയലി ക്വാളിഫൈഡ്? നീ ക്വാളിഫൈഡ് ആണോ ഈ ടോപ്പിക്ക് സംസാരിക്കാൻ? എന്താ പ്രോക്രാസ്റ്റിനേഷൻ സംസാരിക്കണമെങ്കിൽ ഒറ്റ ക്വാളിഫിക്കേഷനുള്ളൂ, ഒരു കാര്യമെങ്കിലും നീ പ്രോക്രാസ്റ്റിനേഷൻ മാറിക്കണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു കാര്യമെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വിമ്മിങ് ചെയ്തിട്ടുണ്ട്. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ 31 വയസ്സ് വരെ സ്വിമ്മിങ് അറിയാത്ത ആളായിരുന്നു ഞാനത് പോയി പഠിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് ഞാൻ വഴിയെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം. അതിന് ഓവർകം ചെയ്യാൻ സ്വിമ്മിങ്ങാണ് വേണ്ടത്. അപ്പോൾ ഞാനത് പഠിച്ചു. ഇപ്പോൾ ഡെയിലി 1 മണിക്കൂർ
കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പോയി സ്വിമ്മ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ യൂട്യൂബ് വീഡിയോ തുടങ്ങിയില്ലേ, നമ്മൾ എത്ര കാലം മുമ്പ് തുടങ്ങിയതാണ്. ഇന്ന് തുടങ്ങാം അല്ല കാരണം സൺഡേ എടുക്കാം. നമ്മളത് നീട്ടി വെച്ചു. പക്ഷേ നമ്മൾ August 15th വി വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ദിസ്. നമ്മൾ ഡെഡ് ലൈൻ ഫിക്സ് ചെയ്തു, ആ ടോപ്പിക്ക് വരുന്നുണ്ട്, നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ വി ബോത്ത് ക്യാൻ ടോക്ക് അല്ലേ. ഈ പ്രോക്കാസ്റ്റിനേഷൻ്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ 2 പാർട്ട് ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചിരിക്കണ്ട, സയൻസ് പറയുമ്പോൾ നിനക്ക് ചിരിയുള്ളതാ. ഓക്കെ, കുറേ പാർട്ടുണ്ട്. അതിൽ 2 പാർട്ട്, ഒന്ന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും പിന്നെ ഒന്ന് ലിംബിക് സിസ്റ്റവും. ഓക്കെ, എന്താ നീ പറഞ്ഞോ? പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ലിംബിക് സിസ്റ്റവും. അപ്പോൾ ഇതിൽ ലിംബിക് സിസ്റ്റത്തിനെ നമുക്ക് സൂത്രൻ എന്ന് വിളിക്കാം എളുപ്പത്തിന് വേണ്ടി. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഷേഡു എന്ന് വിളിക്കാം. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ലിംബിക് സിസ്റ്റവും നമ്മളുടെ എപ്പോഴും നമുക്ക് ഫീൽ ഗുഡായിട്ടിരിക്കണം. നമുക്ക് എപ്പോഴും നമുക്ക് സുഖം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം. സുഖം വേണോ എന്ന് ചോദിക്കുമ്പോൾ ലിംബിക് സിസ്റ്റം, അതായത് സൂത്രം പറയും സുഖം വേണം, പെട്ടെന്ന് വേണമെന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ ഫീൽ ഗുഡ് സെൻ്ററാണ് ലിംബിക് സിസ്റ്റം അഥവാ സൂത്രൻ. ഇനി ഷേരു ആവട്ടെ, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആവട്ടെ, അവൻ എപ്പോഴും റാഷണലി ലോജിക്കലിയാണ് കാര്യങ്ങൾ ചിന്തിക്കുക. ക്ലിയർ ആയോ? നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ ഇമോഷൻസ് ഓവർ റൂൾ ചെയ്യാതെ ലോജിക്കലി റാഷണലി കാര്യങ്ങൾ അനലൈസ് ചെയ്യും. അതാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഡ്യൂട്ടി. 90% ആൾക്കാരുടെ കേസിലും സൂത്രനായിരിക്കും ഡോമിനൻ്റ് ഉണ്ടാവുക. ഓക്കെ, സൂത്രൻ ഇൻ ദ സെൻസ് ലിംബിക് സിസ്റ്റം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലഷർ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ബിക്കോസ് ഇതിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഡോപ്പമിൻ എന്നുള്ളത് ഒരു ന്യൂറോ റിലേറ്റഡ് ഹോർമോണാണ്. ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ നമുക്ക് റിവാർഡ് കിട്ടുമ്പോഴാണ്. റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുമ്പോഴാണ് ഡോപ്പമിൻ റിലീസ് ആവുക. ഓക്കെ, നീ ഇപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു, അപ്പോൾ അയാൾ പറയുകയാണ് താങ്ക് യു ചേട്ടാ എന്ന് പറയുമ്പോൾ ഒരു ഡോപ്പമിൻ ട്രിഗർ ആവുന്നുണ്ട്. നീ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ നിന്റെ മാനേജറോ നിന്റെ പുറത്ത് തട്ടിയിട്ട് ഗുഡ് ജോബ് ജോബിഷ് എന്ന് പറയുകയാണ്, അവിടെ ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട്. ഇനി ഡോപ്പമീൻ തന്നെ കുറേ ടൈപ്സ് ഉണ്ട്. ഈസി ആയിട്ട് കിട്ടുന്ന ഡോപ്പമീൻസ് ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കാണുന്ന സമയത്ത് ഈസി ആയിട്ട് ഡോപ്പമീൻ ഹിറ്റ് ആവും. 4-5 മോട്ടിവേഷൻ വീഡിയോ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്ത പോലെ ഫീലിംഗ് കിട്ടും നമുക്ക്. നമ്മൾ ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ആ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ ഡോപ്പമീൻ റിലീസായിട്ട് നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള സിഗ്നൽ തരും, വി ഹാവ് അച്ചീവ്ഡ് സംതിങ്. ഇതിനാണ് ഈ മോട്ടിവേഷണൽ പോൺ എന്ന് പറയുക. ഒരു വാക്ക് ഭയങ്കര ട്രെൻഡിങ് ആയപ്പോൾ മോട്ടിവേഷണൽ പോൺ. അപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്ന ഡോപ്പമീനാണ് ലിംബിക് സിസ്റ്റം വരുന്നത്. ക്ലിയർ ആയോ? ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൂത്രൻ. ഓക്കെ, ഇനി അതിനൊക്കെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഇനി ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അവിടെയാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അഥവാ ഷേരുവിൻ്റെ പരിപാടി വരുന്നത്. റിസൾട്ട് അപ്പം കിട്ടില്ല, പക്ഷെ ഉറപ്പായിട്ടും ലേറ്റർ ഓൺ റിസൾട്ട് കിട്ടും. അവിടെ ഡോപ്പമീൻ റിലീസ് ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നീ ഫസ്റ്റ് ദിവസം ജിമ്മിൽ പോയി ബൈസെപ്സ് ഫുൾ ടൈറ്റ് ആവുമോ, അല്ലെ ചെസ്റ്റ് വരുമോ? നത്തിങ് വിൽ ഹാപ്പൻ. നീ സ്വിമ്മിങ്ങിന് ആദ്യം പോയി, നിനക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അതിനാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിൽ ഡോപ്പമീൻ റിലീസ് ആവും, പക്ഷെ അത് എപ്പോഴാണ് റിലീസ് ആവുക? കുറേ ടൈമിന് ശേഷമാണ്. ഷേരു ഡോപ്പമീൻ റിലീസ് ചെയ്യണമെങ്കിൽ നല്ല പണിയുണ്ട്. സൂത്രൻ ഈസി ആയിട്ട് ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. ബിരിയാണി കഴിക്കുമ്പോൾ, ഐസ്ക്രീം കഴിക്കുമ്പോൾ, ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്ന സമയത്ത്, മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഒക്കെ ഡോപ്പമീൻ ട്രിഗർ ആവുന്നുണ്ട്, ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഷേരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഒരു ഡോപ്പമീൻ റിലീസ് ചെയ്യണമെങ്കിൽ നല്ല പണിയുണ്ട്, ടൈം എടുത്തിട്ടേ ഡോപ്പമീൻ റിലീസ് ആവുള്ളൂ, പക്ഷെ അത് ലാസ്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനി ജങ്ക് ഫുഡ് നമുക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഡോപ്പമീൻ റിലീസ് ആവും, ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അത് വായിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് ശേഷം നിനക്ക് ആ ഫീലിംഗ് തിരിച്ചു കിട്ടുമോ? അത് നിനക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കറക്റ്റ് അല്ല, അത് കഴിഞ്ഞില്ലേ അതോടുകൂടി. പക്ഷേ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഡോപ്പമീൻ അങ്ങനെയല്ല. നീ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു, നല്ലൊരു ബോഡി അച്ചീവ് ചെയ്തെടുത്തു, എപ്പോൾ കണ്ണടയുടെ മുന്നിൽ നോക്കിയാലും യു വിൽ ഗെറ്റ് ദാറ്റ് ഡോപ്പമീൻ ഹിറ്റ്. പിന്നെ ഡ്രസ്സ് അഴിച്ചിട്ട് നമ്മുടെ അപ്പർ ബോഡി നമ്മൾ കണ്ണാടിയിൽ കാണുമ്പോൾ എവറി ടൈം യു സീ യുവർ റിസൾട്ട്, യു സീ യുവർ ചെസ്റ്റ്, യു സീ യുവർ ബൈസെപ്സ്, എവറിത്തിങ് ഓൺ യുവർ മിറർ, യു വിൽ ഗെറ്റ് ദാറ്റ് ഡോപ്പമീൻ ഹിറ്റ്. പക്ഷേ ഈസി ഡോപ്പമീൻ ഇല്ലേ,
അത് കിട്ടില്ല. ഈസി ഡോപ്പമിൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അത് കഴിഞ്ഞു പോയി, പിന്നെ അത് നമുക്ക് കിട്ടില്ല. പിന്നെ വീണ്ടും ചെയ്താലേ കിട്ടുള്ളൂ. യെസ്, എക്സാക്ട്ലി. അവിടെയാണ് സൂത്രൻ്റെ പരിപാടി വരുന്നത്. സൂത്രൻ നമ്മളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അത് ഈസി ആയിട്ട് കിട്ടും കേട്ടോ, വേഗം പോയി എടുത്തോ. സോ 90% ആൾക്കാരും ഈ ഈസി ഡോപ്പമീൻ എടുക്കാനുള്ള ഓട്ടത്തിലാണ്. അവർക്ക് ബിരിയാണി കഴിക്കാൻ തോന്നും, ഐസ്ക്രീം കഴിക്കാൻ തോന്നും, മറ്റുള്ളവരെ കുറ്റം പറയാൻ തോന്നും, സിഗരറ്റ് വലിക്കാൻ തോന്നും, മദ്യപിക്കാൻ തോന്നും. ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഡോപ്പമീനാണ്. അവരത് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സയൻസ് നീ പറഞ്ഞു. ഇനി നമുക്കിതിന് സൊല്യൂഷൻ വേണ്ടേ? അപ്പോൾ സൊല്യൂഷന് നമ്മൾ എന്ത് ചെയ്യണം? ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇത് വർക്ക് ആവണമെന്ന് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിച്ചാലല്ലേ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് കിട്ടുള്ളൂ. ഐഡന്റിഫൈ ചെയ്യണം, ഐഡന്റിഫൈ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അതിനെ ഐഡന്റിഫൈ ചെയ്യും. അതിനൊരു വളരെ സിമ്പിൾ എക്സാമ്പിൾ, 99% ആൾക്കാർ കണക്റ്റ് ആവുന്ന ഒരു എക്സാമ്പിൾ പറയാം. രാവിലെ അലാറം വെക്കും, സ്നൂസ് ചെയ്യും, കടന്നുറങ്ങും. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. 99% ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. ഇവൻ ഞാനടക്കം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും പണ്ട്. അപ്പോൾ നോട്ട് നൗ, ഇപ്പോഴല്ല. അപ്പോൾ ലിംബിക് സിസ്റ്റം കംഫേർട്ട് സീക്ക് ചെയ്യും. അത് നമുക്ക് കംഫേർട്ടാണ് കൂടുതൽ നമ്മുടെ ബ്രെയിനിന് വേണ്ടത്. അപ്പോൾ സ്നൂസ് ചെയ്ത് കടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ കംഫേർട്ടല്ലേ. അപ്പോൾ അത് ശരിക്കും ഇത് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡോപ്പമിൻ, അതെ, ഈസി ഡോപ്പമിൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ശരിയാണല്ലോ, സ്നൂസ് ചെയ്ത് കടന്നുറങ്ങുന്നു, കംഫേർട്ട് കാരണം. ഈ രണ്ടാമത്തെ ഈറ്റ് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞില്ലേ, ഈ ഈറ്റ് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞത് ആൾക്കാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് വെക്കണം എന്ന് തീരുമാനം ഉണ്ടാവും. അപ്പോൾ ഡയറ്റ് വെക്കാനായിട്ട് അവരൊക്കെ തീരുമാനിച്ച് 1-2 ദിവസം കഴിഞ്ഞ് വണ്ടി എടുത്ത് പുറത്ത് പോകുമ്പോൾ പുറത്തുനിന്ന് വല്ല എണ്ണക്കടികൾ കണ്ടു, കഴിക്കാൻ തോന്നി, നിർത്തി, കഴിച്ചു. ആ കഴിക്കണ ദിവസം എന്താ ചീറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കും. അങ്ങനെ 3 വർഷമായിട്ട് ചീറ്റ് ഡേ ആൾക്കാരൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട്. എല്ലാ ദിവസവും ചീറ്റ് ഡേ ആണ്. ചീറ്റ് ഇയറായി മാറിയത്. അപ്പോൾ ചീറ്റ് ഡേ ചീറ്റ് ഇയർ ആയല്ലേ, ദാറ്റ് വാസ് ഗുഡ് വൺ. അപ്പോൾ അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് മറികടക്കാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, അവർക്ക് മറികടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ ഒരു 2 മിനിറ്റ് റൂൾ എന്ന് പറയും. 2 മിനിറ്റ് റൂൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഡിസിസീവ് മൂവ്മെൻറ്റ് എന്താ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം അത് പറയും. അപ്പോൾ ഡിസിസീവ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടാൻ പോകണം. രാവിലെ എണീക്കുന്നു, കറക്റ്റ് ടൈമിന് അലാറം വെച്ച് എണിച്ചു, ബാത്റൂം പോയി ഫ്രഷായി വന്നു, ട്രാക്ക് സൂട്ട് ഇടുന്നു. ഫസ്റ്റ് പണി അതാണ്. എന്നിട്ട് പുറത്തിറങ്ങുന്നു. അപ്പോൾ ഡിസിസീവ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് നമ്മൾ ഡിസിസീവ് മൂവ്മെൻറ്റ് ഇതിങ്ങനെ ചെയ്ത് നമ്മൾ ഹാബിറ്റ് ആക്കണം. ഒരു പോയിന്റ് ഞാൻ അഡ്മിറ്റ് ചെയ്തു. ഇതിൽ ഫ്രിക്ഷൻ ഒഴിവാക്കാമെന്നാണ് ഇതിൽ ലോജിക്കലി പറയുക. നമ്മളിപ്പോൾ എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്കൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഒരാളോട് പോയി പ്രപ്പോസ് ചെയ്യണം എന്ന് വിചാരിച്ചു, അതിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഒരു പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ, അതിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ഏതൊരു കാര്യത്തിനും ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം ഈസി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാം. അതാണ് നീ പറഞ്ഞു വന്ന ഡിസീവ് മൂവ്മെന്റ്. അതൊരു വലിയ ആക്ടിവിറ്റി ആയിരിക്കും. ആ വലിയ ആക്ടിവിറ്റി അയ്യോ എനിക്കൊന്ന് എന്നിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കാതെ ജിമ്മിന് പോകുന്നതിന് മുന്നോടിയായിട്ട് കമ്പാരിറ്റീവ്ലി ഷൂ ഇടുന്നതും ട്രാക്ക് ഷൂ ഇടുന്നതും ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഈസി ഡോപ്പമിനാണ്. അപ്പൊ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്ലോയിൽ പിന്നെ കണ്ടിന്യൂ ആയിക്കോളും. ജിമ്മിന് പോകണം എന്നുള്ളത് ടാസ്ക്കാണ്. ആ ടാസ്കിലേക്ക് നമ്മൾ അത് ചിന്തിക്കാതെ അതിന് മുമ്പുള്ള ഡിസിസീവ് മൂവ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈസിയായി. കാരണം ജിമ്മിന് നീ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അവിടെ എത്തിയാൽ ഞാനത് ചെയ്യും. അത് എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും. എൻ്റെ അടുത്ത് ഒരുപാട് എക്സാമ്പിൾസ് വരാറുള്ളത്, ഞാൻ പണ്ട് ഒരുപാട് തവണ ജിമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിരുന്ന ആളായിരുന്നു, പിന്നെ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. പക്ഷേ അത് ചെയ്യാനായിട്ട് നമ്മളെ ഡിസിസീവ് മൂവ്മെൻറ്റ് ഹാബിറ്റ് ആക്കണം. അപ്പോൾ ഈ ഡിസിസീവ് മൂവ്മെൻറ്റ് നമ്മൾ എപ്പോൾ ചെയ്യണം? നമുക്ക് തോട്ട് വന്നതിൻ്റെ 2 മിനിറ്റിനുള്ളിൽ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇത് ഞാൻ എല്ലാവർക്കും ഞാൻ ഒരു ടാസ്ക് തരാം. ഇന്നിപ്പോൾ റീഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് രാത്രി വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ബുക്ക് എടുക്കുക. മംഗള മനോരമ അതല്ല ഞാൻ പറഞ്ഞു. നല്ലൊരു ബുക്ക് എടുത്തിട്ട് ആദ്യത്തെ 5 പേജ് എത്ര സ്ട്രഗിൾ ചെയ്താലും വായിക്കുന്ന തീരുമാനം എടുക്കുക. വായിക്കുമ്പോൾ ഉറക്കം വരും, ഫോണടിക്കും, പല ചിന്തകൾ വരും, സ്വപ്നം കാണും. അത് കഴിഞ്ഞാലും പോസ് എടുത്തിട്ട് എത്ര സമയമായാലും 5 പേജ് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ വാശി പിടിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മളാ ഡിസിസീവ് മൂവ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ
നമ്മൾ ആ 2 മിനിറ്റ് റൂൾ ഫോളോ ചെയ്ത് നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ അവിടെ ബ്രേക്കായി. പ്രോക്കാസ്റ്റിനേഷനെ നമുക്ക് കൊല്ലാൻ പറ്റും, കുഴിച്ചു മൂടാൻ പറ്റും വിത്ത് എ പവർഫുൾ ടൂൾ വിച്ച് ഇസ് കോൾഡ് ചെക്ക് ലിസ്റ്റ്. ആ ചെക്ക് ലിസ്റ്റിൻ്റെ സാമ്പിൾ നമ്മളിവിടെ കാണിക്കാം എങ്ങനെയാണ് വരുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ നിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തില്ല എന്ന് തോന്നുന്നു, ഇവരെന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണോ ആഗ്രഹമുള്ളത്, അവർക്ക് മറ്റുള്ള ആൾക്കാർ ചെയ്ത് കാണുന്ന സമയത്ത് അവർക്കും അതുപോലെ ആവണം എന്നുണ്ടാവില്ല. ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് ശരീരം നന്നാക്കണം എന്നുള്ള അവരുടെ ആഗ്രഹമായിരുന്നു. അതുപോലെ ഒരാൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് അവളുടെ ആഗ്രഹമാണ്. അതുപോലത്തെ ആ എല്ലാ ആഗ്രഹങ്ങളെയും ഡെയിലി ചെക്ക് ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ ഒരാൾക്ക് 18 ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഒരാൾക്ക് 10 ചെക്ക് ലിസ്റ്റ് ഉണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒരാളുടെ 45 മിനിറ്റ്സ് വർക്കൗട്ട്, 2 liters ഓഫ് വാട്ടർ, റീഡ് 5 pages എവറി ഡേ, ലേൺ ഹിന്ദി. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും ഞാനത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ടിങ് ഡേയ്സിലൊക്കെ അവർക്ക് എല്ലാം ടിക്കിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു നിങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഹോണസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ദേ സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ്. ഇനീഷ്യലി ഒക്കെ ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് പറയണമായിരുന്നു ഇതെന്താ ടിക്ക് ആവാഞ്ഞേ, എന്താ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ 30 days ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ്. ഞാൻ ജസ്റ്റ് തംസപ്പ് മാത്രം കൊടുത്താൽ മതി അവരുടെ എല്ലാ ഇമേജസിനും. അവർ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ചെക്ക് ലിസ്റ്റിന് ഞാൻ തംസപ്പ് മാത്രം കൊടുത്താൽ മതി. അത് അവരുടെ ഒരു ഹാബിറ്റായിട്ട് മാറി. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ടോക്ക് ഉണ്ട്. 21 ദിവസം ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നത് 100% കറക്റ്റാണ്. ആ 21 days എന്നുള്ള നമ്പർ എങ്ങനെ റെലവൻ്റ് ആവുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റായി. നിങ്ങൾ തുടർച്ചയായിട്ട് ജിമ്മിലേക്ക് പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ബുക്ക് വായിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. 3 ദിവസം നിങ്ങൾ ബ്രേക്ക് എടുത്തു, അപ്പോൾ ആ ബ്രേക്ക് എടുക്കുന്നതാണ് നിങ്ങളുടെ ഹാബിറ്റ്. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ അതിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ ബ്രേക്ക് വരരുത്. ബിക്കോസ് 2 ദിവസത്തിൽ കൂടുതൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാബിറ്റ് എന്താ, ആ ബ്രേക്ക് ആയതാണ്. സോ ഇത് എഫക്റ്റീവായിട്ട് എൻ്റെ ഈ 2 ഫ്രണ്ട്സ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 36 days ആയി. ആൻഡ് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഞാൻ അതിനൊരു പിവട്ടായി എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ യു ഹാവ് ടു അച്ചീവ്. ഞങ്ങളിപ്പോൾ കൂടുതലും ജിമ്മിൻ്റെയും ബുക്കിൻ്റെയൊക്കെ എക്സാമ്പിളാണ് പറഞ്ഞത്. പക്ഷേ ഇത് കാണുന്ന പലർക്കും വേറെ പല ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. കറക്റ്റ് അല്ലേ? എല്ലാവരും ജിമ്മിൽ പോകണം എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ വാട്ട് യു ക്യാൻ ഡു ഈസ് ദാറ്റ് ആ വലിയ ഗോളിനെ യു ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ചെക്ക് ലിസ്റ്റ്. ഇറ്റ്സ് എ പവർഫുൾ വെപ്പൺ. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ്. ഈവൻ പ്രൊഫഷണൽ ലൈഫിലടക്കം ഒരുപാട് ആൾക്കാർ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ചെക്ക് ലിസ്റ്റ്. ആ വലിയ ഗോളിനെ ജോബി പറഞ്ഞതുപോലെ ചെറിയ 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 ചെക്ക് ലിസ്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ചെക്ക് ലിസ്റ്റ് എല്ലാം ടിക്ക് ആവണമെന്ന് നിർബന്ധമില്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ്. പക്ഷേ യു സ്റ്റാർട്ട് പ്രിപ്പയറിങ് എ ചെക്ക് ലിസ്റ്റ്, നിങ്ങളുടെ ഗോളിന് അനുയോജ്യമായിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് അത് പബ്ലിക് ആക്കുക, വേറൊരാളെ അത് കാണിക്കുക. നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്, ഞാൻ ജോബിയുടെ അടുത്ത് ആ ചെക്ക് ലിസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട്, ജോബി എൻ്റെ അടുത്ത് ആ ചെക്ക് ലിസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട്. ബിക്കോസ് ഐ ട്രസ്റ്റ് ഹിം. അതേപോലെ നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങൾ ആ ചെക്ക് ലിസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരാളവിടെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ബെറ്റർ ആയിട്ട് എഴുതാൻ നോക്കും, ബിക്കോസ് അതൊരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് വേറൊരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് യു വിൽ ഡു ഇറ്റ് ബെറ്റർ. അപ്പോൾ ചെക്ക് ലിസ്റ്റിന് കൂടെ നമ്മൾ പറയുന്നത് വിനോദയാത്ര സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ മുകേഷ് പറയില്ലേ 9 മണിക്ക് സ്കൂളിലെത്തണമെങ്കിൽ 9 മണിക്ക് ഇറങ്ങിയിരിക്കണം, 9 മണിക്ക് ഇറങ്ങണമെങ്കിൽ 8:30 റെഡി ആവണം, 8:30 റെഡി, അങ്ങനെ റിവേഴ്സിലേക്ക് പോകും. പ്ലാനിങ് അത് ഡെഡ് ലൈൻ വെച്ചിട്ടാണ്. അതായത് എപ്പോൾ ചെയ്യണം എന്നുവെച്ചാൽ കുറേ പേര് എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു, അത് എപ്പോൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാലില്ല. നിങ്ങൾ ഡെഡ് ലൈൻ വെക്കുക. നിങ്ങൾക്ക് സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ കാണണമെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ബുക്കൊക്കെ വാങ്ങിച്ച് ഡെഡ് ലൈൻ ചെയ്ത് ഇന്ന ദിവസം ഞാൻ തുടങ്ങിയിരിക്കുന്നു പറഞ്ഞ് എഴുതുക. അങ്ങനെ നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. ഫൈനൽ നോട്ട്, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന എല്ലാം പിന്നേക്ക് മാറ്റി വയ്ക്കുന്ന, നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നിലേക്ക് മാറ്റി വയ്ക്കുന്ന സ്വഭാവത്തെ ഞാനും ജോബിഷും പേഴ്സണലി ഒന്ന് കുഴിച്ചുമൂടിയതാണ് യൂസിങ് ദിസ് ടൂൾസ്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായത് ചെക്ക് ലിസ്റ്റ് എന്നുള്ള ടൂളായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ ഡിഫറൻ്റ് ആയിരിക്കും, ഞങ്ങളുടെ അതേ ഗോളുകളായിരിക്കില്ല, വേറെ ഗോളുകളായിരിക്കാം. അപ്പോൾ ആ ഗോളിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു പുതിയ ഡയറിയൊക്കെ എടുത്ത് എന്ത് ചെക്ക് ലിസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ഇറ്റ് ടുഡേ. ബിക്കോസ് അതല്ലാതെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല. ആ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങളത് അച്ചീവ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് റിഗ്രറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പെയിൻ ഓഫ്
റിഗ്രറ്റ് ഇസ് വെരി 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 ഹൈ ദാൻ പെയിൻ ഓഫ് ഫെയിലിയർ. ചെയ്ത് നോക്കി തോറ്റുപോയി ഒരു കുഴപ്പമില്ല, പക്ഷെ ചെയ്യാതെ റിഗ്രറ്റ് അടിക്കുന്നതിൻ്റെ പെയിൻ ഉണ്ടല്ലോ അത് ഭയങ്കര സിവിയർ ആണ്. സോ വാട്ട് ഐ സജസ്റ്റ് ഈസ് ദാറ്റ് നിങ്ങൾ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതിലെല്ലാം ഫസ്റ്റ് ഒന്ന് ടിക്ക് ആവണം എന്നല്ല, പക്ഷെ ഡൂ ഇറ്റ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആദ്യത്തെ ടൈപ്പ് ആളാവാം. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ചൊക്കെ ഹാപ്പിനെസ്, ഷോർട്ട് ടേം ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ മദ്യപിക്കും, സിഗരറ്റ് വലിക്കും, ജങ്ക് ഫുഡ് അടിക്കും, ഇതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. പക്ഷേ നിങ്ങൾ ആ ചെയ്യുന്നതിൽ ഒരിക്കലും കുറ്റബോധം തോന്നാൻ പാടില്ല. എന്നാൽ യു ആർ ഡൂയിങ് ഇറ്റ് 100% കറക്റ്റ്. കുറ്റബോധം നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ട് പോവുക. ബിക്കോസ് യു ഹാവ് കണ്ടെയ്ൻമെൻറ്റ്. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെയ്ൻമെൻറ്റ് ഉണ്ട്, നിങ്ങൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ഒരു പ്രശ്നവുമില്ല. യു ക്യാൻ ലീവ് യുവർ ലൈഫ്. പക്ഷേ യു ആർ എ പേഴ്സൺ. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, ഞാൻ ഇതുപോലെ അല്ല ചെയ്യേണ്ടത്, എനിക്ക് വേറൊരു രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നുള്ള മൈൻഡ് ഉണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റാർട്ട് ഡൂയിങ് ദ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇതുപോലെ നിങ്ങളുടെ ഗോളിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. ഫുൾ ഓൺ, ഫുൾ പവർ. അതെ.